ഹോളോകോസ്റ്റിലെ ഏറ്റവും ധീരമായ തടവുകാരുടെ പ്രക്ഷോഭങ്ങളിലൊന്നായിരുന്നു സോബിബോറിൽ നിന്നുള്ള രക്ഷപ്പെടൽ. അധിനിവേശ പോളണ്ടിലെ സോബിബോർ എന്ന നാസി ഉന്മൂലന ക്യാമ്പ് ആൾക്കൂട്ട കൊലപാതകത്തിനു വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതാണ്. ആരും ജീവനോടെ ക്യാമ്പിൽ നിന്ന് പുറത്തുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തടവുകാർ മാസങ്ങളോളം സങ്കൽപ്പിക്കാനാവാത്ത ഭയാനകങ്ങൾ സഹിച്ചു. എന്നിരുന്നാലും 1943 ഒക്ടോബറിൽ ഒരു കൂട്ടം തടവുകാർ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. സോവിയറ്റ് ജൂത ഉദ്യോഗസ്ഥനായ അലക്സാണ്ടർ പെഷെർസ്കി, പോളിഷ് ജൂത തടവുകാരനായ ലിയോൺ ഫെൽഡ്ഹെൻഡ്ലർ എന്നിവരുടെ നേതൃത്വത്തിൽ SS ഉദ്യോഗസ്ഥരെ ഉന്മൂലനം ചെയ്യാനും ആയുധങ്ങൾ പിടിച്ചെടുക്കാനും അവർ പദ്ധതി തയ്യാറാക്കി. പദ്ധതിക്ക് നിശബ്ദതയും കൃത്യതയും അസാധാരണമായ ധൈര്യവും ആവശ്യമാണ്. തടവുകാർ നാസി ഓഫീസർമാരെ വ്യാജപ്രചാരണം നടത്തി വർക്ക്ഷോപ്പുകളിൽ എത്തിച്ചു, കത്തികളും മഴുവും മോഷ്ടിച്ച ആയുധങ്ങളും ഉപയോഗിച്ച് അവരെ കൊലപ്പെടുത്തി. നിരവധി ഗാർഡുകൾ മരിക്കുകയും കമാൻഡ് ഘടന ദുർബലമാവുകയും ചെയ്തോടെ അന്തേവാസികൾ അവരുടെ നീക്കം നടത്തി. 1943 ഒക്ടോബർ 14-ന് നൂറുകണക്കിന് തടവുകാർ വേലിയിലേക്ക് ഇരച്ചുകയറുകയും മുള്ളുവേലി മുറിക്കുകയും മാരകമായ ഒരു മൈൻഫീൽഡിലൂടെ ചാർജ് ചെയ്യുകയും ചെയ്തപ്പോൾ അരാജകത്വം പൊട്ടിപ്പുറപ്പെട്ടു. നാസി ഗാർഡുകൾ വെടിയുതിർത്തു, സ്ഫോടനങ്ങൾ രക്ഷപ്പെട്ടവരെ കീറിമുറിച്ചു. പക്ഷേ പലരും രക്ഷപ്പെടാൻ തീരുമാനിച്ചു. 300-ഓളം തടവുകാർ ക്യാമ്പിനു ചുറ്റുമുള്ള ഇടതൂർന്ന വനങ്ങളിലേക്ക് പലായനം ചെയ്തു. ചിലരെ വീണ്ടും പിടികൂടി വധിച്ചു. എന്നാൽ ഏകദേശം 50 പേർ യുദ്ധത്തെ അതിജീവിച്ചു. പിന്നീട് അവരുടെ വേദനിപ്പിക്കുന്ന കഥകൾ ലോകവുമായി പങ്കുവച്ചു. രക്ഷപ്പെടൽ നാസികളെ സോബിബോർ അടച്ചുപൂട്ടാൻ നിർബന്ധിതരാക്കി. അവരുടെ കുറ്റകൃത്യങ്ങൾ മറയ്ക്കാനുള്ള ശ്രമത്തിൽ അതിന്റെ അസ്തിത്വത്തിന്റെ എല്ലാ അടയാളങ്ങളും മായ്ച്ചു. എന്നിരുന്നാലും അതിജീവിച്ചവരുടെ സാക്ഷ്യങ്ങൾ സത്യം ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പാക്കി. നാസി ഭരണകൂടത്തിനെതിരായ ധിക്കാരത്തിന്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളിലൊന്നാണ് അവരുടെ ധൈര്യം.